വനം വന്യജീവി പ്രവർത്തകരുടെ, എഴുത്തുകാരുടെ, പത്രപ്രവർത്തകരുടെ, സാമൂഹിക പ്രവർത്തകരുടെ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെയും അതോടൊപ്പം എഴുത്തുകാരുടെയും ഒരു സംഗമം കുമളിയിൽ വെച്ച് നടന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് ശ്രീമതി ലക്ഷ്മി, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ എഴുത്തുകാരി സുഷമ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വനവും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. അതിനൊട്ടേറെ കാരണങ്ങളുണ്ടാകും. അത് അംഗീകരിച്ചത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് മൂന്നാറിൽ തന്നെ നമ്മൾ എരവികുളം നാഷണൽ പാർക്കിൻ്റെ സഹകരണത്തോടുകൂടി ഒരു ഹൈറേഞ്ച് ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ആ ഹൈറേഞ്ച് ലിറ്റററി ഫെസ്റ്റിവലിൽ നമ്മൾ പുഷ്പമായ പരിപാടി പങ്കെടുത്തു. അത് വളരെ നല്ല സജീവമായ ചർച്ചയുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള അവാർഡ് വാങ്ങിയ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായിട്ടുള്ള അശോകൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു. അപ്പം അവിടെ നമ്മൾ ഒരു എഴുത്തുകാർക്കിടയിലുള്ള ഹരിതചിന്തകൾ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു അത് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിജയം കണ്ടിരുന്നു. അതിനോട് തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഇന്ന് നമുക്കൊരു 2-3 കൊണ്ട് വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. മനോരമയുടെ സൺഡേയിൽ ആണ് ഒരു കവർ സ്റ്റോറി വരുന്നത്. സോമനാണ് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കവർ സ്റ്റോറിയൊക്കെ വരുന്ന ഓർക്കുന്നു. അപ്പോൾ ആ കാലം മുതൽ ഈ ചിന്നാറും മറിയൂരുമൊക്കെ തുടങ്ങി വന്യജീവികളുമായി ബന്ധം സ്ഥാപിക്കുന്ന ലക്ഷ്മി ഇപ്പോൾ ഇവിടെ പെരിയാറിലുണ്ട്. ലക്ഷ്മിയെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുഷ്പമ്മ എഴുത്തുകാരിയാണ്. പുഷ്പമ്മയുടെ ആദ്യ നോവൽ അവരുടെ തന്നെ തൊഴിലാളി സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന കൊഴുക്കൻ എന്ന നോവലായിരുന്നു. ആ നോവൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിൻ്റെ അവസാന പട്ടികയിൽ ഇടം പിടിച്ച നോവലായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന ജോസഫ് കരൂർ സാർ, ജോസഫ് കരൂർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാജി കുരിശുമൂട് ഇവിടെ മാതൃഭൂമിയുടെ ഇപ്പോൾ ലേഖകനാണ്. ഷാജിയെ സ്വാഗതം ചെയ്യുന്നു. വർഗീസ് സി തോമസ് കേരളത്തിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി എഴുത്തുകാരനാണ്. മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്റർ. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പെരിയാർ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൊഴി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന പ്രവർത്തകയായിട്ടുള്ള ശ്യാമളയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ പത്തനംതിട്ട പ്രസിഡന്റ് മുൻ സെക്രട്ടറി വിശാഖനടക്കം ശ്രീ അനിലടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് പത്തനംതിട്ട പ്രസിഡന്റ് ട്രഷറർ ഷാജഹാൻ തുടങ്ങിയ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഞാൻ എല്ലാവരും സോമനാഥനുണ്ട്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിരന്തരം വന്നു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് തേക്കടി. ഇപ്പോൾ ആ വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും തേക്കടിയിലേക്ക് വരുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കുറച്ച് മാധ്യമ പക്ഷെ അതിന് വേണമെങ്കിൽ നമ്മൾ വലിയൊരു തയ്യാറെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. എന്താണ് നമ്മളുടെ പരിസ്ഥിതി മേഖലയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല പൊതുജനവും അവെയറാവേണ്ടത്. അപ്പം ഇതിനുള്ളിൽ മനുഷ്യരുടെ ഇടപെടലുകൾ വർദ്ധിച്ചതുകൊണ്ടാണ് എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുക. മാധ്യമപ്രവർത്തകർ മറച്ചു വെക്കുകയാണില്ല. വനത്തിനുള്ളിൽ നമ്മളുടെ കോറികളുടെ എണ്ണം വെച്ചുമാണെങ്കിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പരിസ്ഥിതി വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ചർച്ച ചെയ്യുകയും പുതിയ പുതിയ ആശയങ്ങളിലേക്ക് എത്തുകയും മാധ്യമപ്രവർത്തകരിൽ തന്നെ അത് ഇന്ന രീതിയിൽ കുറച്ചുകൂടി അതിൻ്റെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ, എന്നാൽ അതേസമയം അത് പൂർണ്ണമായും വനം വകുപ്പിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയല്ല നമുക്ക് വേണ്ടത് എന്ന്. പക്ഷെ അതൊക്കെ വേണമെന്ന് നമ്മൾ അതുപോലെ നിരന്തരമായ ചർച്ചകൾ, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. നിരന്തരമായ ചർച്ചകൾ
ഉണ്ടാവണം. അതിന് ഈ PTR-ന്റെ ഈ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് സാധിക്കട്ടെ, അതിന് തുടക്കം കുറിക്കട്ടെ. ഇതിന് ഇവിടെ വന്നെത്താൻ സാധിച്ചതിൽ ഒരു സന്തോഷമുണ്ട്. നമുക്ക് PTR-ന് വീണ്ടും വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ, ഇടപെടലിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനും മാധ്യമപ്രവർത്തകരെയും കൂടുതൽ അടുപ്പിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ എം വർഗീസിനെ. സീനിയർ പത്രപ്രവർത്തകർ യൂണിയൻ പ്രസിഡന്റ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ MJ ബാബു, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീമതി R ലക്ഷ്മി, വനം വകുപ്പ് പ്രത്യേകിച്ച് തേക്കടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ പ്രകൃതിയും വനവും മനുഷ്യരും പത്രപ്രവർത്തകരും പ്രാദേശിക എഴുത്തുകാരും ഒക്കെ അടങ്ങുന്ന ഒരു വേദി, പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വനവിസ്തൃതി കുറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ വനവിസ്തൃതി കുറയുന്നു, അത് കൂട്ടണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പല കാലഘട്ടത്തിലും നമ്മൾ കണ്ടുവയ്ക്കുന്നു. പലരും പല വേദികളിൽ നിന്ന് പോലും അപ്രത്യക്ഷമാകുന്ന കൊണ്ടാണെന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താനുള്ള പ്രായം. ഇടപെടലുകൾ മാത്രമല്ല ശരിക്കും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാട്ടിനുള്ളിൽ അവയ്ക്ക് നേരത്തെ കിട്ടിയിരുന്ന ആവാസ സംവിധാനങ്ങളുടെ അഭാവം ഒരുപക്ഷെ നാട്ടിലേക്ക് ഈ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യക്ഷ കുറച്ചെങ്കിലും പച്ചത്തുരുത്തുകൾ നഷ്ടപ്പെടാതെ കാത്ത് സൂക്ഷിക്കുവാനുള്ള ബാധ്യതയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കാട് കാക്കുന്നവരും കാട്ടിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നവരും ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. വകുപ്പും തമ്മിൽ അടുത്ത കാലത്തായി ചില വിടവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത്തരം ചർച്ചകളിലൂടെ നികത്തപ്പെടണമെന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മ ഈ പച്ചത്തുരുത്തുകളെ കുറിച്ചാണെങ്കിലും അഥവാ കാട്ടിലെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണെങ്കിലും അഥവാ നമ്മുടെ പരിസ്ഥിതി സൗഹൃദ സന്ദേശങ്ങൾ നൽകുന്നതിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ കൂട്ടായ്മകൾ അനിവാര്യമാണ്. ആ വനം സംരക്ഷിക്കപ്പെടുന്നു. ആ വനത്തിൻ്റെ സംരക്ഷണം ഏറ്റവും അവസാനം നീരുറവുകളായും നീർച്ചാലുകളായും നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ കാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കല്പങ്ങൾ നമുക്ക് പഴയതും പുതിയതുമായിട്ടൊക്കെ ഉണ്ട്. കാടിനെ സംരക്ഷിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന തേക്കടിയെ പൂർണ്ണമായും സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മളുടെ എല്ലാ ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്ന ഈ വേദിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഉണ്ടായ ഈ അവസരത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ സമ്മേളനം, ഈ മീറ്റിംഗ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എപ്പോഴും ചോദ്യമുനയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു മാധ്യമ കൂട്ടായ്മയും ഉദ്യോഗസ്ഥരുടെ ഒരു ചർച്ചകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അത് തുടക്കം കുറിക്കാനാണ് നമ്മൾ ഇരുവികുളത്ത് 2 ദിവസത്തെ ഒരു ക്യാമ്പ് നമ്മുടെ അദ്ദേഹം ഇടപെട്ട് അത് നടത്തിയത്. കാരണം ഞാനിവിടെ വന്നപ്പോഴും പെരിയാർ വന്നപ്പോഴും എനിക്കും ആദ്യം കിട്ടിയ ഒരു പൾസ്, ഞാനതിന് ഷാജി കുച്ചുമൂടിനടുത്ത് പറയുകയും ചെയ്തു.
കാരണം നമ്മൾ എന്തോ ഒരു അകൽച്ച വനം വകുപ്പും പത്രപ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരുമായിട്ട്. കാരണം വനം എന്തുവാണെന്നും അല്ലെങ്കിൽ വനത്തിൻ്റെ പ്രാതിനിധ്യം എന്തുവാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യ വന്യജീവി സംഘടനയുടെ സത്യാവസ്ഥ എന്താണെന്നും ജനങ്ങളിൽ അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതിനൊരു അവബോധം ഉണ്ടാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പത്രമാധ്യമങ്ങളിലൂടെയാണ്. ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞില്ലേ, കാട്ടാന ആക്രമണം. ആ ആക്രമണം എന്ന് കേൾക്കുമ്പം മനുഷ്യരുടെ ഉള്ളിൽ എന്താ വരുന്നത്? ബില്ലൊക്കെ പാസ്സാക്കിയതും എടുക്കുന്നുമില്ല. ഇതിനൊക്കെ നിയമങ്ങളിൽ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് പക്ഷേ പൊതുജനങ്ങൾക്ക് അറിയണമെന്നില്ല നിയമം. ഇപ്പൊ ഈ പറയുന്നത് കുരങ്ങിന്റെ കാര്യം പറഞ്ഞവർക്ക് നിന്ന് വെടിവെച്ചത് കൊന്നൂടെ? അല്ലെങ്കിൽ മറ്റേതിനെ അല്ലെ ആന ഇറങ്ങുന്നതിനെ ആര് പറയും? കൊന്നൂടെ ആന? എത്ര പേരെ ചവിട്ടി കൊല്ലും? നിങ്ങൾക്കപ്പം നമ്മളിപ്പം ആനയുടെ സൈഡിൽ നിന്നാണ് വനംവകുപ്പ് ചിന്തിക്കുന്നത്, മനുഷ്യരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നില്ല. ഒരുപാട് അങ്ങനത്തെ ഇത് കേൾക്കുന്ന ഒരു എന്താണ് ഡിപ്പാർട്ട്മെന്റാണ് നമ്മൾ. അതുകൊണ്ടാണ് സംസ്ഥാന ദുരന്തമായിട്ട് എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇതിനകത്തൊരു പങ്കാളിത്തം എന്നല്ല, അത് ഇങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒത്തൊരുമയോട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വന്യജീവി ആക്രമണത്തെ നമ്മളിപ്പം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ എല്ലാ ലാൻഡ്സ്കേപ്പിലായിട്ടുള്ള ഓരോ പ്ലാനുകൾ 12 ലാൻഡ്സ്കേപ്പിലായിട്ട് നമ്മുടെ മിറ്റിഗേഷൻ പ്ലാനുകൾ റെഡിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാസം അതിൻ്റെ ഒരു അംഗീകാരം സംസ്ഥാന വന്യജീവി ആക്രമണം തടയുന്നതിനായിട്ടുള്ള ഒരു പ്ലാൻ റെഡിയാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മുഖ്യ പ്രഭാഷണത്തിൽ ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ചർച്ചയാകും. ആദ്യം പറഞ്ഞതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം തന്നെ കുറേ കാര്യങ്ങളായിട്ട് മാധ്യമ പ്രവർത്തകരും വനംവകുപ്പും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും 3 തലത്തിൽ നിന്നുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷിക്കണോ വേണ്ടേ എന്നുള്ളതും, പരിസ്ഥിതിയാണോ വലുത്, ജനങ്ങളാണോ വലുത്, അതോ വനത്തിലുള്ള മൃഗങ്ങളാണോ വലുത് എന്നതിനെ കുറിച്ചും അതിഗംഭീരമായ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പരാതി പറഞ്ഞ് നമ്മൾ എന്താണ്, ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് അനാദരവ് ആ ശരീരത്തോട് അനാദരവാണ് നമ്മൾ കാണിക്കുന്നത്. റോഡിൽ ഇറക്കി കിടത്തിക്കൊണ്ട് വലിയ രീതിയിൽ നമ്മൾ കലാപത്തിന് സമാന്തരമായ ഇതാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? പന്നികൾ കൂട്ടമായിട്ട് നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കൃഷി കളയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വന്യമൃഗങ്ങളെ കുറിച്ച് ഏറ്റവും അധികം നമ്മൾ സംസാരിച്ചത്. പക്ഷെ അത് പെറ്റുപെരുകുകയാണ് ഈ പെറ്റുപെരുകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. കടന്നു കയറിയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നിരന്തരം നമ്മൾ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സൗഹൃദ കൂട്ടായ്മയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാവർക്കും നന്ദി. ഒരു ഊർജ്ജമായ അല്ലെങ്കിൽ ഒരു ആർജവത്തോടെയുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. മാധ്യമങ്ങൾക്ക് ഇതൊരു റേറ്റിങ്ങിന് വേണ്ടിയല്ല പലപ്പോഴും ഇത്തരം വാർത്തകൾ ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കടലിൻ്റെ പിശാചിനും ഇടയിലെന്ന് പറയുന്നത് പോലെ കാട്ടിലെ ജീവികൾക്കും മനുഷ്യനും ഇടയിലുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്നത് ഞങ്ങൾക്ക്. ഇത് ഇറങ്ങി ഏതെങ്കിലും ഭാഗത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ കൂടുതൽ അറിയിക്കണം? മനുഷ്യരുടെ കൂടുതൽ ഇരിക്കുമോ വന്യജീവികളുടെ കൂടുതൽ ഇരിക്കുമോ? എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്? ഞങ്ങളെ അതിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരാണ് ഈ പാവണ്ണ പോലുള്ളവർ. അത് അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പെരിയാർ കടുവാ സംഘത്തിൻ്റെ AFD ലക്ഷ്മി മാഡം, ഞങ്ങളൊക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും അത്യാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടാൽ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുകയും കാര്യങ്ങൾക്കകത്തെല്ലാം സജീവമായിട്ട് ഇടപെടുകയും ചെയ്യുന്നതാണ്. ഇപ്പം ഈ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഈ യോഗത്തിൻ്റെ പേരിലും കുമളി പ്രസ് ക്ലബിൻ്റെ പേരിലും മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇവിടെ വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ACF ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മാധ്യമ സഹപ്രവർത്തകർ, കേരളം നമുക്കറിയാം, കേരള ഈസ് കൺസിഡർഡ് ടു ബി ആൻ എമറോൾഡ് ഐലൻഡ് ഓൺ ആൻ അഷ്വേർഡ് ഓഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രാകേഷ് ശർമ്മ സ്പേസിൽ നിന്ന് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു സംഭവം ലൈഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലൈഫ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ ലൈഫ് ഉണ്ടായത്, ഇപ്പോഴും സംശയമാണ്. ഏതിൽ നിന്നാണ് ഒരു ദിനോസറിനെ എടുത്ത് കാണിക്കാനുണ്ടോ? അപ്പോൾ ആസ് എ സ്പീഷീസ് അടിച്ച് തകർന്ന് പോകണമോ വേണ്ടയോ എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യനിൻ്റെ നടുവിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സെൽഫിഷ്നെസ് ഉണ്ട്. ഞങ്ങൾക്ക് 2 കുട്ടികളും
അപ്പോൾ അവരുടെ ഭാവിയിലെ ഇപ്പോഴും എൻ്റെ